രാത്രി ഇപ്പോൾ ലൈവിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ജിൻഡോ ബാത്റൂമിൽ കയറി, അതായത് ജയിലിലെ ബാത്റൂമിൽ കയറി സിഗരറ്റ് വലിച്ചു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അവിടെ ജിൻഡോ ബാത്റൂമിൽ കയറി സിഗരറ്റ് വലിച്ചു എന്ന് പറഞ്ഞത് ജാസ്മിനാണ്. ജാസ്മിൻ കയറിയപ്പോൾ ബാത്റൂമിൽ സിഗരറ്റിന്റെ സ്മെല്ല്. അപ്പോൾ തന്നെ ക്യാപ്റ്റനായ ശ്രീധുവിനെ വിവരം അറിയിച്ചു. ശ്രീധു വന്ന് തുറന്നു നോക്കിയ സമയത്ത് നല്ല സ്മെല്ലുണ്ട്. ശ്രീധു പറഞ്ഞു, ചേട്ടാ സിഗരറ്റ് വലിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ജിൻഡോ അവിടെ സമ്മതിക്കുന്നില്ല, ഞാൻ വലിച്ചിട്ടില്ല, ഞാൻ വലിച്ചിട്ടുള്ളത് ഫസ്റ്റ് വീക്ക് ഞാൻ ജയിലിൽ വന്നപ്പോൾ ഞാൻ വലിച്ചതാണ്, പിന്നെ ഞാൻ വലിച്ചിട്ടില്ല എന്നാണ് ജിൻഡോ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വീക്ക് ജയിലിൽ വന്ന സമയത്ത് ബാത്റൂമിൽ കയറി സിഗരറ്റ് വലിച്ചു, അതിന്റെ കുറ്റിയാണ് അവിടെ കിടക്കുന്നതെന്ന് ജിൻഡോ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കയറി വലിച്ചിട്ടില്ല എന്നാണ് ജിൻഡോ പറയുന്നത്. അപ്പോൾ അവിടെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രീധു ചോദിച്ചു, ചേട്ടന്റെ ലൈറ്റർ എവിടെയാണ് എന്ന് ചോദിച്ചു. ലൈറ്റർ എവിടെ വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നാണ് അവിടെ പറയുന്നത്. ശ്രീധു പോയിട്ട് ജിൻഡോ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി തപ്പുന്നുണ്ട്. ജിൻഡോയുടെ സാധനങ്ങൾ എവിടേക്കാണ് വെക്കുന്നത് അവിടെയൊക്കെ പോയിട്ട് ലൈറ്റർ തപ്പി, പക്ഷെ ലൈറ്റർ കിട്ടിയില്ല. ശ്രീധു കുറെ തപ്പി. അതിനുശേഷം വന്നിട്ട് വീണ്ടും ജിൻഡോ ചേട്ടാ എവിടെയാണ് വെച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ജിൻഡോന്റെ അടുത്ത് കുറെ തവണ ചോദിക്കുന്നുണ്ട് ശ്രീധു. അവരൊരു തമാശ രീതിയിലാണ് ചോദിക്കുന്നത്. അവർ പറയുന്നത് ബാത്റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് ചേട്ടൻ അറിയില്ലേ, നമുക്കിവിടെ സിഗരറ്റ് റൂം ഉണ്ട്, അതിലല്ലാതെ ഇവിടെ ഒരു സ്ഥലത്തും സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്നുള്ളത് അറിയാവുന്ന കാര്യമില്ല, പിന്നെ എന്തിനാണ് ചേട്ടൻ അങ്ങനെ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. പിന്നീട് അവിടെ എന്തായാലും ഇത് ഭയങ്കര പ്രശ്നമായി എന്ന് തോന്നിയ സമയത്ത് അവരുടെ പവർ റൂമിലെ അംഗങ്ങൾ എല്ലാവരും വന്ന് ബാത്റൂം ചെക്ക് ചെയ്തു. ബാത്റൂം ചെക്ക് ചെയ്ത സമയത്ത് എല്ലാവരും പറഞ്ഞു സിഗരറ്റിന്റെ സ്മെല്ലുണ്ട്, ഇപ്പോൾ വലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ലൈറ്റർ മാത്രം കാണാനില്ല. സിഗരറ്റ് റൂമിൽ സിഗരറ്റ് ബാക്കി ഇരിപ്പുണ്ട്. എത്ര എണ്ണം ചോദിച്ചപ്പോൾ ആൾക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞു. ലൈറ്റർ എവിടെയാണ് ആൾക്ക് വെച്ചതെന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടി അത് ചോദിച്ച സമയത്ത് ഇപ്പോൾ അവിടെ ജിൻഡോ പറയുന്നത്, എന്റെ സാധനങ്ങൾ മുഴുവൻ ചെക്ക് ചെയ്യാനായിട്ട് നിന്റെ അടുത്ത് ആരാണ് പറഞ്ഞത്, നിന്റെ കൂടെ ആരെയാണ് ഉണ്ടായിരുന്നത് ക്യാപ്റ്റൻ എന്നാണ് ശ്രീധുവിന്റെ അടുത്ത് ചോദിച്ചത്. ശ്രീധു പറഞ്ഞു, ഞങ്ങൾ 2-3 പേര് കൂടിയിട്ടാണ് നോക്കിയത്, എന്റെ കൂടെ അപ്സര ചേച്ചി ഉണ്ടായിരുന്നു, അർജുൻ ഉണ്ടായിരുന്നു എന്ന് ശ്രീധു പറഞ്ഞു. അപ്പൊ നിങ്ങളിൽ ആരോ എന്റെ ലൈറ്റർ അടിച്ചു മാറ്റി കയ്യിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ട് എന്നെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അവിടെ പറയുന്നത്. അത് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ജിൻഡോ പറയുന്നത് എന്റെ ബാഗിലൊക്കെ വിലപിടിപ്പുള്ള പല സാധനങ്ങൾ ഉണ്ടായിരുന്നതാണ്, അപ്പൊ നിങ്ങളോട് അതിൽ ആരാണ് പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞത്, അതിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞാൻ നടപടി എടുക്കാൻ പറയും ബിഗ് ബോസിനോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോ അവിടെ പറയുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും ചോദിക്കുന്നുണ്ട്, ജിൻഡോ ചേട്ടാ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു, ലൈറ്റർ എവിടെയാന്ന് പറഞ്ഞാൽ പോരെ, ജിൻഡോ ചേട്ടൻ ഞങ്ങൾക്ക് തപ്പാൻ പറ്റാത്തോണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ജിൻഡോ പറയുന്നത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്, ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വാദത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ലൈറ്റർ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ജിൻഡോയ്ക്ക് അറിയില്ല എന്ന് പറയുന്നു. എന്തായാലും നിങ്ങൾ എന്റെ ലൈറ്റർ മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്, എനിക്ക് പുറത്തിറങ്ങുമ്പോൾ എന്റെ ലൈറ്റർ കിട്ടണം എന്നാണ് ഇപ്പോൾ ജിൻഡോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്തായാലും എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് ജിൻഡോ കണ്ടന്റ് കിട്ടിയില്ലേ എന്ന്. അങ്ങനെ നോക്കുമ്പോൾ കണ്ടന്റ് കിട്ടി.